ശോഭാ സുരേന്ദ്രന് മികച്ച പദവി കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്രം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ കുറച്ച് സ്വാധീനമുള്ള നേതാക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ മുന്നിൽ നിർത്തുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് ഒരു സഹമന്ത്രി പദം നൽകാം എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുവരെ ശോഭയെ മാറ്റി നിർത്തിയവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണോ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്? കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് ദുർബലമായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി നേതാക്കൾ തമ്മിലുള്ള പരസ്പരമുള്ള പോരടിക്കലാണ് എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. BJPക്കാർക്കും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര നേതൃത്വം ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അതിനൊരു പരിഹാരം തേടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമീപകാല സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖറിനെ BJPയുടെ കേരള അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രശ്നങ്ങൾ അവസാനിക്കണം, ഗ്രൂപ്പുകൾ ഉണ്ടാവരുത്, പരസ്പരം പോരാട്ടം നിർത്തണം, എങ്കിലേ എതിരാളികൾക്കെതിരെ യോജിച്ച പോരാട്ടം സാധ്യമായി തീരുള്ളൂ. കേരളത്തിൽ BJPക്ക് കാലുറപ്പിക്കാനായിട്ടുള്ള ഏക വഴി അങ്ങനെ കൃത്യമായ ഐക്യത്തോടുകൂടിയ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ വരുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായിട്ട് വരും എന്ന് ഊഹങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ശക്തമായിട്ട് മാധ്യമങ്ങളിലും അതേപോലെ തന്നെ BJP ഇടങ്ങളിലുമെല്ലാം നടന്നിരുന്നൊരു പ്രചരണം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കും കേരളത്തിലെ BJPയുടെ അധ്യക്ഷ എന്നായിരുന്നു. അങ്ങനെ അതിശക്തമായി തീവ്രമായി എതിരാളികൾക്കെതിരെ വാക്കുകൾ കൊണ്ട് ശരങ്ങൾ തീർക്കുന്നതായിട്ടുള്ള ഒരു വനിത തന്നെ BJPയുടെ കേരളത്തിലെ അധ്യക്ഷയായിട്ട് മാറിത്തീർന്നാൽ കേരളത്തിൽ അത്ഭുതം കാണിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന ഒരുപാട് BJPയുടെ വിശ്വാസികളായിട്ടുള്ള പ്രവർത്തകരുണ്ട്. അവർക്ക് ശോഭാ സുരേന്ദ്രൻ വരുന്നത് തന്നെയായിരുന്നു കൂടുതൽ പ്രിയങ്കരമായിരുന്നു. പക്ഷേ ശോഭയ്ക്ക് പകരമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി അവരുടെ മുഖങ്ങളെല്ലാം മങ്ങിപ്പോയി എന്നുള്ളതാണ്. അവർ നിരാശരായി. ആ നിരാശരായിരിക്കുന്ന BJPയുടെ ഒരു വലിയ സമൂഹമുണ്ട്. അവരെ സംതൃപ്തിപ്പെടുത്താനായിട്ട് കേന്ദ്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് മുന്നിൽ ഉള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര മന്ത്രിസഭയിലെടുത്ത് ഒരു പൊസിഷനിങ് നൽകുക എന്നുള്ളതാണ്. അതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ശിശുക്ഷേമ സഹമന്ത്രി എന്ന നിലയ്ക്ക് അവരെ കൊണ്ടുവരും എന്നാണ് കരുതപ്പെടുന്നത്. നമുക്കറിയില്ല എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അവിടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം. ഈ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം അല്ലാണ്ട് ശോഭയെ വായുവിൽ നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ശോഭ എയറിലാണ്. അത് മാറണമെങ്കിൽ ശോഭയ്ക്ക് തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ഈ മന്ത്രിസഭ അഴിച്ചുപണിയുന്ന സമയത്ത് അല്ലെങ്കിൽ കേരളത്തിൽ കേന്ദ്ര മന്ത്രിസഭയിൽ അഡീഷൻസ് നടത്തുന്ന സമയത്ത് ശോഭയെ ഉൾക്കൊള്ളേണ്ടി വരും. അങ്ങനെ ഉൾക്കൊണ്ടാൽ തീർച്ചയായിട്ടും ആ വിഭാഗത്തിൽപ്പെട്ട എന്നുവെച്ചാൽ ശോഭയെ അനുകൂലിക്കുന്നതായിട്ടുള്ള ഒരുപാട് അണികളുണ്ട്, നേതാക്കന്മാരുണ്ട്. അവർക്കൊക്കെ തൃപ്തികരമായിട്ടുള്ള തീരുമാനമായിട്ട് മാറും. അത് കുറച്ചും കൂടി BJPക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു നടപടിക്രമമായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ പൊതുവെ BJP മാറി തുടങ്ങുന്നുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷ സ്ഥാന പ്രവേശനത്തിന് ശേഷം കുറച്ചുകൂടി ജനങ്ങൾക്ക് സ്വന്തം ഷോൺ ജോർജിനെ പോലുള്ളവരെ മികച്ച പദവിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്ന അനൂപ് ആന്റണിയെ, അനിൽ ആന്റണിയെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ കടക്കുന്നത്. അപ്പോൾ പൊതുവെ സ്വാധീനമുള്ളവരെ മുൻനിർത്തുക, ഗ്രൂപ്പിസത്തിനപ്പുറം ജനങ്ങൾക്ക് കുറച്ചുകൂടി സമതരായ സ്വാധീനമുള്ളവർക്കിടയിൽ അങ്ങനെയുള്ള ആളുകളെ നിർത്തണം എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ തന്ത്രം. ആ തന്ത്രം കേരളത്തിൽ എത്രത്തോളമാണ് വിജയിക്കാൻ സാധ്യത? അല്ല, ജനസ്വാധീനമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ഷോൺ ജോർജിനെയോ അനിൽ ആൻ്റണിയോ ഒന്നും നമ്മൾ വിലയിരുത്തുന്നതിൽ കഥയില്ല. കാരണം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കടന്നു കയറാനായിട്ട് BJPക്കുള്ള ചവിട്ടുപടികളായിട്ട് അവരെ വേണമെങ്കിൽ കണക്കാക്കാം. അതല്ലാതെ അവർക്ക് വലിയ സ്വാധീനങ്ങളുണ്ട് എന്ന് വിലയിരുത്തുന്നത് തെറ്റായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണമായിരിക്കും. കാരണം കാലാകാലങ്ങളായിട്ട് BJPക്കകത്ത് പ്രവർത്തിച്ചിട്ടുള്ള RSSൻ്റെ ശക്തരായിട്ടുള്ള പ്രവർത്തകർ, അവരുമായിട്ട് ആഭിമുഖ്യം പുലർത്തുന്നതായിട്ടുള്ള നേതാക്കൾ, അവർക്കൊക്കെ തന്നെയാണ് BJPക്കകത്ത് വേരുകളുള്ളത്. അവർക്കൊക്കെ തന്നെയാണ് BJPക്കകത്ത് ജനസ്വാധീനമുള്ളത്. അത് ഷോൺ ജോർജിനോ അനിൽ ആൻ്റണിക്കോ അതുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും കണക്കാക്കരുത്.
പക്ഷേ ഈ വഖഫ് ബില്ലും അതേപോലെ തന്നെ മുനമ്പം പ്രശ്നവും ഒക്കെ വന്ന സമയത്ത് കുറച്ച് സ്പേസ് ഷോൺ ജോർജിന് കിട്ടി എന്നുള്ളത് ശരിയാണ്. കാരണം അത് കേരളത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് BJP എടുക്കുന്നതായിട്ടുള്ള സ്ട്രാറ്റജിയുടെ വിജയത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇതുവഴിയാണ് ക്രിസ്ത്യാനികളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിയുകയും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും BJPയുടെ ഒപ്പം വരാനായിട്ട് പറ്റുന്നവരാണ് എന്നുള്ളൊരു ഫീൽ സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞ സംഭവമാണ്. അതിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഷോൺ ജോർജിനും അതേപോലെ തന്നെ അനിൽ ആൻ്റണിക്കൊക്കെ ഒരു വോയിസ് നമുക്ക് കാണാനായിട്ട്. അല്ലാതെ അവർ ജനസ്വാധീനമുള്ള നേതാക്കളായിട്ട് നമ്മളവരെ വിലയിരുത്തുന്നതിൽ കഥയില്ല എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ എപ്പോഴും ജനസ്വാധീനമുള്ള നേതാക്കൾ എന്ന് പറയുന്നത് കാലാകാലമായിട്ട് RSSൽ പ്രവർത്തിച്ച് BJPയുടെ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള നേതാക്കളാണ്. അവർക്ക് ജനസ്വാധീനമില്ല എന്ന് നമ്മുടെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കണ്ടെത്തിയാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീഴ്ചയായിരിക്കും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ കോൺട്രിബ്യൂഷൻ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ചെറു ജാഥകൾ വന്ന് വലിയ ഘോഷയാത്രയ്ക്ക് മാറ്റുന്നൊരു പ്രോത്സാഹനം അതിൽ അദ്ദേഹം വിജയിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മാനേജറിയൽ കപ്പാസിറ്റിയാണ് അവിടെ വിജയിക്കുന്നത്. പക്ഷെ ഇപ്പോൾ CPMലെ പഴയ കാലത്തെ മുഖ്യമന്ത്രിമാരെ ചോദിച്ചാൽ യുവതലമുറയ്ക്ക് അറിയില്ല. കോൺഗ്രസിലെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ മാത്രം അറിയാൻ VD സതീശൻ ആരെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആരാ എന്ന് ചോദിക്കുന്ന യുവതലമുറകളുണ്ട്, പിള്ളേരുണ്ട് ഇപ്പോഴും. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി അമിത്ഷായെയും അറിയായിരിക്കാം. അതിനപ്പുറം ഒരു PSC ചോദ്യങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കുന്നതെന്നുള്ളതല്ലാതെ അതിനപ്പുറം അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടെ ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അദ്വാനി എന്ന് പറയുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് അറിയണമെന്നില്ല. അതിനു മുൻപുള്ള പലരും ഇപ്പോൾ ദേവഗൌഡയെ പോലെ നരസിംഹറാവുവിനെ പോലെയൊക്കെ ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതലായി അറിയുന്നവർക്കറിയാം. പക്ഷേ അവർക്കപ്പുറം ഇപ്പോൾ യുവരാജ് ഗോകുലിനെ തിരിച്ചറിയുന്ന പിള്ളേരുണ്ട്, പ്രശാന്ത് ശിവനെ തിരിച്ചറിയുന്നവരുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചറിയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷത്ത് ആർഷോയെ വരെ, കളിയാക്കാനാണെങ്കിൽ പോലും ആർഷോയെ വരെ തിരിച്ചറിയുന്ന പിള്ളേരുണ്ട്. അപ്പോൾ യുവതലമുറ കുറച്ചുകൂടി ഈ എന്താ പറയുക, ഈ സ്പേസ് കിട്ടി അവിടെ വേരുറപ്പിക്കുന്ന ആളുകൾക്കൊപ്പമല്ലേ യുവതലമുറ? അല്ല, അത് രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് മാത്രമേ നമുക്ക് അതിൽ അങ്ങനെ വിലയിരുത്താൻ പറ്റൂ. എന്താണ് യുവരാജ് ഗോകുൽ ചെയ്യുന്നത്? ടെലിവിഷനിൽ വന്നിരുന്ന് വർത്തമാനം പറയാം. അതിൽ കൂടുതലായിട്ട് അദ്ദേഹം എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ആർഷോയുടെ സ്ഥിതി ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ യുവ നേതാക്കൾ എന്ന് പറഞ്ഞാൽ എവിടെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ ടെലിവിഷനിലാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകളെയൊക്കെ ആളുകൾ അറിയും എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനപ്പുറമായിട്ട് അവർക്ക് ഒരു സ്വാധീനം ഈ ജനസമൂഹത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഒരു വലിയ മനുഷ്യന് നിർമ്മിച്ചെടുക്കുന്നത്? ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തിനെ മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആ മേക്ക് ഓവർ ചെയ്തെടുക്കാനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് RSSൽ ആരംഭിക്കുന്നതാണ്. എത്ര കാലമായിട്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആ പാർട്ടിയിലും അതേപോലെ തന്നെ പൊതുസമൂഹത്തിലും അംഗീകാരം ഉണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം ഈ നിരന്തരം നിരവധി വർഷം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ നിന്നാണ് പെട്ടെന്നൊരു ഹൈപ്പ് കിട്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ദേശീയ രാഷ്ട്രീയത്തിലെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത്. അതിന് പകരം നമുക്ക് മറ്റൊരാളെ എടുത്തു കാണിക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ BJPയിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ BJP ബോധപൂർവം തന്നെ സെക്കൻഡ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ രണ്ടാം തലമുറ എന്ന നിലക്ക് കുറേയധികം ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയും. ആ വളർത്തിക്കൊണ്ടുവരുന്നവരെ ആളുകൾ അംഗീകരിക്കുക എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അംഗീകരിക്കൽ പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് വളരാനും വികസിക്കാനും കഴിഞ്ഞിരുന്നത് അവർ നടത്തുന്നതായിട്ടുള്ള സമരങ്ങളാണ് ശരിക്കും. ആ സമരങ്ങൾ അവരെ തീർച്ചയായിട്ടും ജനങ്ങളുടെ സ്വീകാര്യതയുള്ള വ്യക്തികളാക്കി മാറ്റി തീർക്കും എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം സമരങ്ങൾ പോലും ഈ മാധ്യമ കേന്ദ്രീകൃതമാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു സമരം നടക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ നേരത്തേക്കാണ് ആ സമരമുള്ളത്.
ആ സമരം കഴിഞ്ഞ് ഇവരെല്ലാം പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നത് നമ്മൾ കാണാം. ഈ ഒരു സമയം 1 മണിക്കൂർ കൊണ്ട് അത് മാധ്യമങ്ങളിലും അതേപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞ് പടർന്ന് എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചേരും. അത്തരത്തിലുള്ള ഒരു എന്താണ് ഷോ ബിസിനസ്സായിട്ട് രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് ബി ജെ പിക്കകത്ത് പ്രവർത്തിച്ചിരുന്ന എത്രയോ നേതാക്കളുണ്ട്, എത്രയോ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഈ പുതിയ ആളുകൾ ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് അവരെങ്ങനെയായിരിക്കും അതിനെ സ്വീകരിക്കുന്നത്? അവർ സങ്കടത്തോട് തന്നെ തീരുമാനിക്കുന്നത്. അവർക്ക് അങ്ങനെ സങ്കടം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ കഷ്ടപ്പെട്ട് പാടുപെട്ട് വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോൾ അതിൻ്റെ എന്താണ് അതിനെ വിളവെടുക്കാനായിട്ട് സമയമായ സമയത്ത് അതെടുക്കാൻ വരുന്ന ആളുകളാണ് ഈ പുത്തൻകുറ്റുകാർ എന്ന നിലക്കാണ് അവരതിനെ കണക്കാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അതിലും ആ പാർട്ടിയിൽ മാത്രമല്ല, അത് സി പി എമ്മിൽ ഇപ്പോൾ സി പി എമ്മിൽ സരിൻ എന്ന് പറയുന്ന ഒരാളെ ഒരു ദിവസം കോൺഗ്രസിൽ നിന്ന് അപ്പുറത്ത് ചാടിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്നു. സി പി എമ്മിൻ്റെ നിരന്തരമായി കൊടി പിടിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് സ്വീകാര്യമായിരിക്കുമോ? ആയിരിക്കില്ല. കാരണം അവരെത്രയോ വർഷമായിട്ട് പാടുപെട്ട് പണിയെടുക്കുകയാണ് പ്രസ്ഥാനത്തിന് വേണ്ടി. ഇതാ ഒരാൾ പെട്ടെന്നൊരു ദിവസം അപ്പുറത്ത് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാൾ ചാടിയതിനകത്തേക്ക് ഇപ്പുറത്ത് കയറുകയാണ് ചെയ്യുന്നത്. അവർക്ക് അംഗീകാരം കൊടുക്കുന്നു. ഇത് ഇന്നത്തെ രാഷ്ട്രീയം നേരിടുന്ന ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും.